ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ചത് മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത് കൃപാ തമഹം വന്ദേ പരമാനന്ദമാധവം എന്നുള്ളതാണ്. അത് വാസ്തവത്തിൽ അത് തുടങ്ങിയില്ല. നമ്മൾ അതിൽ മൂകനെ വാചാലനാക്കുന്നു. അധിക പ്രസംഗം ചെയ്യുന്ന നമ്മയൊക്കെ മിണ്ടാതാക്കുന്നു എന്ന് സാരം. മറ്റൊന്ന്, മിണ്ടാൻ വയ്യാത്തവരെ വാചാലരാക്കുന്നു. എങ്ങനെ അർത്ഥം എടുക്കണതിന്? നമുക്കറിയാം, നമ്മളൊക്കെ ഈ സത്യധർമ്മത്തിനനുസൃതമായിട്ടുള്ള വാക്യങ്ങളെ ആചാര്യന്മാർ പറഞ്ഞ് ശ്രദ്ധിച്ചിരുന്നു എങ്കിൽ നമ്മുടെ അധിക പ്രസംഗമൊക്കെ നിൽക്കും. ഞാൻ ഈ പറയുന്നതൊക്കെ എന്തിനു വേണ്ടി? വെറുതെ കുറേ ശബ്ദജാലം അല്ലാതെ കുറേ ശബ്ദ മാലിന്യം അന്തരീക്ഷത്തിലേക്ക് വമിപ്പിക്കുന്നു. നമുക്ക് ആവശ്യമില്ലാത്ത കുറേ ഞാൻ അതാണ്, ഞാൻ ഇതാണ്, ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്യും, അനന്തകോടി നക്ഷത്രങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് വാതോരാതെ പ്രസംഗിക്കാം. ഈ ലോകത്തെക്കുറിച്ചും മറ്റു ലോകങ്ങളെക്കുറിച്ചും നമുക്ക് വാതോരാതെ പ്രസംഗിക്കാൻ സാധിക്കും. ചന്ദ്രനിലെ പാറകളുടെ ഉറപ്പ് വരെ നമുക്ക് കണക്കാക്കാൻ സാധിക്കും. പക്ഷേ ആ ചോദിക്കുന്ന ആളോട് ഇതൊക്കെ ചോദിക്കുന്ന, ഇതൊക്കെ അന്വേഷിക്കുന്ന നീ ആരെന്ന് ചോദിച്ചാൽ നമുക്ക് എന്തായിരിക്കും മറുപടി? അത് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല, ഞാൻ ഇപ്പം ആരാന്നുള്ളത്. വേദത്തിൻ്റെ സാരമായ മഹാവാക്യങ്ങൾ തന്നെ, വേദത്തിൻ്റെ സാരമാണ് മഹാവാക്യങ്ങൾ. ഒറ്റവാക്യത്തിൽ വേദത്തിൻ്റെ മൊത്തം സാരത്തെ വെളിപ്പെടുത്തിയവയാണ് ഋഗ്വേദീയമായ പ്രജ്ഞാനം ബ്രഹ്മ എന്നുള്ള മഹാവാക്യം. പ്രജ്ഞാനം ബ്രഹ്മ, പ്രകൃഷ്ടമായ ജ്ഞാനം, ശ്രേഷ്ഠമായ അറിവ് ബ്രഹ്മമാകുന്നു. യജുർവേദീയമായ ഉപനിഷത്തിലെ മഹാവാക്യമാണ് അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാകുന്നു. സാമവേദീയമായ ഉപനിഷത്തിലെ മഹാവാക്യമാണ് തത്വമസി, തത് ത്വം അസി, അത് നീ ആകുന്നു. അഥർവവേദീയമായ ഉപനിഷത്തിലെ മഹാവാക്യമാണ് അയമാത്മാ ബ്രഹ്മ. ഈ 4 മഹാവാക്യങ്ങളെയും നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ഉത്തരം ലഭിക്കുന്നത് ഞാൻ ആരാണെന്നുള്ള അന്വേഷണത്തിലേക്കാണ് പോകുന്നത്. ഞാൻ മജ്ജ അസ്ഥി മാംസ മല മൂത്ര പാത്രമായ ദേഹമല്ല. ഞാൻ സ്ത്രീ പുരുഷ ജാതി ഭേദഭാവത്തിലുള്ളതൊന്നുമല്ല. ആരാണ് ഈ ഞാൻ? ഞാൻ വെളുത്തത് കറുത്തത് ഒന്നുമല്ല. ഞാൻ ആരാണ്? ഞാൻ ഈ ഞാൻ ആരാണെന്ന് അന്വേഷിച്ചിട്ട് അതിന് ഉത്തരം കണ്ടെത്തൂ. അതിൽ നിന്നാണ് ബാക്കിയെല്ലാം കണ്ടെത്താൻ എനിക്ക് സാധിക്കുക. ആദ്യം അറിയേണ്ടത് അതാണ്. അന്വേഷിക്കുന്ന ഞാൻ ആര്? വിഷയങ്ങളെക്കുറിച്ചൊക്കെ നമുക്കറിയാം, വിഷയിയെക്കുറിച്ച് നമുക്കറിയില്ല. ഈ വിഷയങ്ങളെ അറിയുന്നവനാണ് വിഷയി. അറിയുന്നവനെ അറിയുന്നില്ല. അതറിഞ്ഞാലോ? അറിവ് നമ്മുടെ അറിവായി തീരും, സ്വാനുഭവമായി തീരും. അതുകൊണ്ട് ഇവിടെ പറയുന്നത് ഈ മൂകം കരോതി വാചാലം, മൂകനെ വാചാലനാക്കുന്നു എന്ന് പറയുമ്പോൾ ഇതുവരെ ഞാൻ ആരാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താത്ത ഒരാൾ എന്ത് ചെയ്യുന്നു? അയാൾ വാചാലനാകുന്നു. അതിൽ നിന്നാണ് പിന്നെ അയാളുടെ പ്രസംഗം ആരംഭിക്കുന്നത്, ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഉപദേശങ്ങൾ ആരംഭിക്കുന്നത്. ഇതുവരെ ചെയ്ത ഒന്നുമല്ല. അത് ഭക്ഷണം കഴിക്കാനേ പറ്റൂ, മാമുണ്ണാനേ പറ്റൂ. അല്ലാതെ എനിക്ക് ശാന്തിക്കും സമാധാനത്തിനും ഉതകില്ലെന്ന് മനസ്സിലാവുമ്പോൾ നമ്മുടെ വാചാലത അങ്ങ് നിൽക്കും, നമ്മൾ മിണ്ടാതാവും. ഞാൻ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലല്ലോ, എന്ത് ശാന്തിയാണുള്ളത്? എനിക്കോ ശാന്തിയില്ല, പിന്നെ മറ്റുള്ളവർക്കും ശാന്തിയില്ല. ഞാൻ കുറേ ആയി പ്രസംഗിച്ച്. ചിലരൊക്കെ പ്രസംഗം ചെയ്തിട്ട് തന്നെ നിരാശപ്പെടുന്നവരുണ്ട്. ഞാൻ ഇത്രയും കാലം പ്രസംഗം ചെയ്തിട്ടും ഇല്ല, ആ നാട് നന്നാവുന്നില്ലല്ലോ.
പല സംഘടനകളും പ്രസംഗം നിർത്തിയ ചരിത്രമുണ്ട്. പല പൊതുപ്രവർത്തകരും വേദപ്രസംഗങ്ങൾ നിർത്തിയ സന്ദർഭം. എന്താ കാരണം? അടിസ്ഥാനപരമായിട്ട് ഞാൻ ആരാണെന്നുള്ള ബോധമില്ലാതെ അങ്ങനെ പ്രസംഗിച്ച് സ്വയം ശാന്തി ഇല്ലാതെ കയ്യടി വാങ്ങി പിന്നെ എന്താവും? പിന്നെ കയ്യടിക്കാൻ ആളില്ലാതാവും. എത്രയായിട്ടും നായയുടെ വാല് കുഴലിനുള്ളിലിട്ടാൽ കുഴൽ വളഞ്ഞാലും വാല് നിവരില്ല എന്ന് പറയുന്നത് പോലെ ലോകത്തിനെ നന്നാക്കാൻ വേണ്ടി ഇറങ്ങുന്നതിന് മുമ്പ് ഈ തത്വം അറിയുന്നത് നല്ലതാണ്. കാരണം ലോകത്തിനെ നന്നാക്കാനല്ല, എന്നെ നന്നാക്കാനാണ്. ആദ്യം നന്നാവേണ്ടത് ഞാനാണ്. എനിക്ക് ഏറ്റവും നന്നാക്കാൻ പറ്റിയ ഒരാൾ ഞാനാണ്, എന്നെയാണ്. എനിക്ക് ഏറ്റവും സ്നേഹവും എന്നോടാണ്. അതുകൊണ്ട് സ്വയം നന്നാവാൻ വേണ്ടിയാണ്. സ്വയം നന്നാവുന്നതിലൂടെ മറ്റുള്ളവർക്ക് മാതൃകയാവട്ടെ. ആചാരപ്രഭവോ ധർമ്മ ആജിനോതി ശാസ്ത്രാണി ഇതി ആചാര്യ. ധർമ്മം പ്രസംഗിക്കേണ്ടതല്ല, ധർമ്മം അനുഷ്ഠിക്കേണ്ടതാണ്. വിവേകാനന്ദ സ്വാമികൾ പറയും, 1 ടൺ പ്രസംഗമല്ല നമുക്ക് വേണ്ടത്, 1 ഔൺസ് അനുഷ്ഠാനമാണ്. 1 ഔൺസ് അനുഷ്ഠാനം ചെയ്യുന്നവൻ പ്രസംഗിക്കട്ടെ. അത് മറ്റുള്ളവരുടെ ഉള്ളിനെ കീറി മുറിച്ചുകൊണ്ട് ഉള്ളിലേക്ക് എത്തും. അതുകൊണ്ട് ഇവിടെ ധർമ്മ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾക്ക് പറയണമെങ്കിൽ, വാചാലനാവണമെങ്കിൽ ആദ്യം നമ്മൾ മൂകരാവണം. എങ്ങനെ മൂകരാവണം? നമ്മൾ നമ്മെ തന്നെ നമ്മുടെ അന്തരാളങ്ങളിലേക്ക് നമ്മൾ ചെല്ലണം, ഉള്ളിലേക്ക് പോകണം. അത് മൗനമാണ്, അത് മൂകമാണ്. ആ ധ്യാനത്തിൽ നിന്ന് നമ്മൾ മുന്നോട്ട് ആഴത്തിലേക്ക് പോകുന്നു. അതുകൊണ്ട് ഇനി പറയാൻ പോകുന്നുണ്ട് അടുത്ത ശ്ലോകത്തിൽ അതെങ്ങനെയാണ് ആ പോവേണ്ടത് എന്നുള്ളത്. അതുകൊണ്ട് പറയാണ്, മൂകം കരോതി വാചാലം. പിന്നെ പറയാ, പങ്കും ലംഘയതേ ഗിരിം. പങ്കുവേ മുടന്തനെ, പങ്കു എന്ന് പറഞ്ഞാൽ മുടന്തൻ. ലംഘയതേ ഗിരിം, ഗിരിയെ ലംഘിക്കാൻ കാരണം ഏതാണ്? പങ്കു, മുടന്തൻ. മുടന്തൻ എന്ന് പറയുന്നത് കൊണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പർവ്വതത്തെ തരണം ചെയ്യാൻ സാധിക്കാൻ ആക്കുന്നു മുടന്തനെ. നടക്കാൻ വയ്യാത്ത ഒരാളെ, കാലിന് ശക്തിയില്ലാത്ത ഒരാളെ ഒരു വലിയൊരു മല കയറണം, എവറസ്റ്റ് കൊടുമുടി കീഴടങ്ങണം, അതിന് വരെ സാധിക്കുമെന്നാണ് പറയുന്നത്. എങ്ങനെയാണ്? അവിടെ എവറസ്റ്റ് കൊടുമുടി എന്നുള്ളതല്ല നമ്മൾ എടുക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ അനേകം പ്രതിബന്ധങ്ങൾ ഉണ്ടാകും. ജീവിതമാണോ പ്രതിബന്ധങ്ങൾ ഉണ്ടായേ പറ്റൂ. ഈ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാൻ നമുക്ക് ശക്തി നൽകുന്നത് ഏതാണ്? ആ ശക്തിയാണ് ഈ ശക്തി. ഏത് ശക്തി? പങ്കുവേ ലംഘയതേ ഗിരിം എന്നുള്ള വാക്കിലൂടെ നമ്മൾ പറയുന്നത്. ജീവിതത്തിൽ എന്തെന്ത് പ്രയാസങ്ങൾ നമുക്കുണ്ടാവട്ടെ, എന്തെന്ത് വിഷമങ്ങൾ നമുക്കുണ്ടാവട്ടെ, ഇനി വയ്യ, ജീവിതം മതിയാക്കാമെന്ന് വിചാരിക്കുന്ന ഘട്ടങ്ങൾ പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ആ സമയത്ത് നമുക്ക് മുന്നോട്ട് പോവാൻ കരുത്ത് നൽകുന്നത് എന്ത് എന്നാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഈശ്വരചിന്ത, അത് മാത്രം. ഈശ്വരനെക്കുറിച്ചുള്ള അറിവ്, വിശ്വാസമല്ല. വൈകുണ്ഠവാസിയായ വിഷ്ണുവിനെ അറിഞ്ഞിട്ടോ കൈലാസവാസിയായ ശിവനെ അറിഞ്ഞിട്ടോ കുട്ടിച്ചാത്തനെ, ഭൈരവനെ, പറക്കുട്ടീനെ ഒന്നും അറിഞ്ഞിട്ടൊന്നും എനിക്ക് പ്രയോജനമില്ല. ആ ഈശ്വരൻ തന്നിൽ താനായി നിലകൊള്ളുന്നു. പോരാ, ഈ പ്രപഞ്ചത്തിൽ എല്ലാറ്റിലും അരമണിക്കൂർ നാമം ജപിച്ചതുകൊണ്ട് മാത്രം പ്രയോജനമില്ല, അല്ലെങ്കിൽ ഒരു നേരം അമ്പലത്തിൽ പോയതുകൊണ്ട് മാത്രം പ്രയോജനമില്ല. വേണ്ടെന്ന് പറഞ്ഞില്ല. പുഴയൊഴുകുന്നതും കടല് തിരയടിക്കുന്നതും പൂവ് വിരിയുന്നതും പക്ഷികളുടെ ശബ്ദവും, എന്തിനേറെ നമ്മുടെ ഓരോ പ്രവൃത്തിയും, ഇതെല്ലാം എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? ഇതിൻ്റെ പിന്നിലുണ്ടാവുന്ന ആ ശക്തി ചൈതന്യമേത്? അതൊക്കെ ഈശ്വരഭാവമാണെന്നറിയുമ്പോൾ ഒരു വേദവിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഈ ലോകം ഒരു പുസ്തകമാണ്, വേദപുസ്തകമാണ്. ഏറ്റവും ലളിതമായ വേദപുസ്തകം നമ്മുടെ മുന്നിൽ തുറന്നു വെച്ച ഈ പ്രകൃതിയാണ്, ഈ പ്രപഞ്ചമാണ്. ഇവിടെ കാണുന്നതെല്ലാം വേദപഠനമാണ്. APJ അബ്ദുൽ കലാം പറയുന്നത് പോലെ
ഈ പ്രകൃതിയെ നോക്കി, പ്രകൃതിയെ ഒരു പാഠശാലയാക്കി ആ പ്രകൃതിയിൽ എന്നും ഒരു വിദ്യാർത്ഥിയായി നമ്മളെ മാറ്റുന്നു. വേദാന്ത വിദ്യാർത്ഥി ആക്കി നമ്മളെ മാറ്റുകയാണ് ചെയ്യുന്നത്. എന്നും പഠിക്കാനുള്ള ഒരു വിദ്യാർത്ഥി നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. അപ്പോൾ വേദപഠനം എന്നുള്ളത് കേവലം ഋഗ്വേദ, യജുർവേദ, സാമവേദ, അഥർവവേദ, ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം തുടങ്ങിയ ഗ്രന്ഥരാശികളിലേക്കുള്ള എത്തിനോട്ടം മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കണം. നമ്മുടെ ചുറ്റുപാട് കാണുന്ന ഈ പ്രപഞ്ചത്തിലെ ഓരോ താളുകൾ മറച്ചു നോക്കാനുള്ള ഒരു ദൃഷ്ടി നമുക്കുണ്ടാക്കി തരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, എങ്കിൽ നമ്മുടെ ജീവിതത്തിലെ സർവ്വ പ്രതിബന്ധങ്ങളെയും സർവ്വ പ്രലോഭനങ്ങളെയും സർവ്വ പരീക്ഷണങ്ങളെയും തരണം ചെയ്യാനുള്ള കരുത്ത് നമുക്ക് സാധ്യമാകും. ഇല്ലെങ്കിലില്ല. പ്രതിബന്ധങ്ങളുടെ മുന്നിൽ പകച്ചു പോവാതിരിക്കാൻ, പ്രലോഭനങ്ങൾക്ക് വഴിപ്പെടാതിരിക്കാൻ, പരീക്ഷണങ്ങളിൽ പരാജയപ്പെടാതിരിക്കാൻ ഒറ്റ വഴിയേയുള്ളൂ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത് കൃപാതമഹം വന്ദേ പരമാനന്ദ മാധവം. ആ പരമാനന്ദ സ്വരൂപനായ മാധവനെ ഞാൻ വന്ദിക്കുന്നു. ആ മാധവനെ, ആരാണ് ആ മാധവൻ? മാ ലക്ഷ്മീദേവി, ധവൻ ഭർത്താവ്, ലക്ഷ്മീദേവിയുടെ ഭർത്താവിനെ ഞാൻ വന്ദിക്കുന്നു. അതാരാ? ലക്ഷ്മീദേവി ഐശ്വര്യത്തിൻ്റെ അതിദേവതയാണ്. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഈശ്വരഭാവത്തോടൊത്തതെന്നാണ്. ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വരഭാവത്തോടൊത്തതാണ്. എന്ത് ഐശ്വര്യങ്ങൾ നമുക്കുണ്ടോ അതെല്ലാം ഈശ്വരഭാവത്തോടൊത്തത്. എന്തുണ്ടോ, നമുക്ക് എന്തുണ്ടോ അതെല്ലാം ഈശ്വരൻ്റെ ഐശ്വര്യമാണ്. പറയാനുള്ള കഴിവുണ്ടോ, ചിരിക്കാനുള്ള കഴിവുണ്ടോ, എല്ലാം ഈശ്വരൻ്റെ വൈഭവമാണ്. അങ്ങനെയുള്ള ആ പരമാനന്ദ മാധവൻ, അത് പരമാനന്ദ സ്വരൂപനായ മാധവൻ, ലക്ഷ്മീദേവിയുടെ ഭർത്താവ്, ഈ പ്രപഞ്ചത്തിൻ്റെ ആകമാനം ഭരിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് ഈ പരമാനന്ദ മാധവൻ എന്നുള്ള ശബ്ദം കൊടുത്തിരിക്കുന്നത്. ഈ പ്രപഞ്ചം ഐശ്വര്യവത്തായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നാഥൻ വിഷ്ണു എന്നല്ല അർത്ഥമെടുക്കുന്നത്. പരമേശ്വരൻ എന്നർത്ഥെടുത്താലും വിഷ്ണു എന്നർത്ഥെടുത്താലും ഒക്കെ അത് ഒരേ ഒരു ഈശ്വരനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഈശ്വരൻ പലതില്ല തന്നെ. വിഷ്ണു എന്ന് പറഞ്ഞാൽ വേവേഷ്ടി സർവമിതം വിഷ്ണു. ശിവൻ എന്ന് പറഞ്ഞാൽ ശവം അല്ലാത്തതൊക്കെ ശിവം. പദങ്ങൾ മാറുന്നു, പക്ഷേ തത്വം ഏകമാണ്. ഇത് മനസ്സിലാക്കിയിട്ട് ആ പരമാനന്ദ സ്വരൂപനായ മാധവനെ എന്ന് പറയുമ്പോൾ പരമേശ്വരനെ തന്നെ, പരമമായ തത്വത്തെ തന്നെ, പരമമായ ആ അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നുന്ന അത് കഴിഞ്ഞ് വേദത്തിൻ്റെ മൊത്തം സാരമായ ശ്രീമദ് ഭഗവത്ഗീതയുടെ സർവമഹത്വങ്ങളെയും വിളിച്ചോതുന്ന ധ്യാന ശ്ലോകത്തെ അവതരിപ്പിക്കുകയാണ് ഇനി ചെയ്യുന്നത്. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈർ ഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദു സുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. ഇതുവരെ പറഞ്ഞതിൽ നിന്നുപരിയായി ഏറ്റവും ശ്രേഷ്ഠമായി നമുക്ക് ഉപദേശിക്കപ്പെട്ട ഒരു ശ്ലോകമാണിത്. യം ബ്രഹ്മാ, യാതൊരാളെയാണോ, ബ്രഹ്മാവ്, വരുണൻ, രുദ്രൻ തുടങ്ങിയവർ, ബ്രഹ്മ വരുണേന്ദ്ര രുദ്ര മരുത, മരുദ്ഗണങ്ങൾ, സ്തുന്വന്തി സ്തുതിക്കപ്പെടുന്നുവോ, സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. ഈശ്വരാ അങ്ങ് അങ്ങനെയാണ്, അങ്ങ് ഇങ്ങനെയാണ്, അങ്ങക്ക് അങ്ങനെ ഉണ്ടേ, അങ്ങനെക്ക് ഇങ്ങനെ ഉണ്ടേ എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തുക ചെയ്യുന്നത്. ഈ പുകഴ്ത്തുന്നവരൊന്നും ഈശ്വരനെ അറിഞ്ഞവരല്ല. അതാണ് വാസ്തവം. ഈശ്വരനെ അറിയാത്തവരാണ് എന്ത് ചെയ്യുന്നത്? ഈശ്വരനെ പുകഴ്ത്തുക. അറിഞ്ഞവർ പിന്നെ പുകഴ്ത്താനൊന്നും പോവില്ല.
ഇതൊക്കെ എന്ത് മഹിമയുണ്ടോ അതെല്ലാം ഭഗവാന്റെ മഹിമയാണെന്ന് അറിഞ്ഞാൽ പിന്നെ എന്താ അവിടെ വിശേഷിച്ച് പറയാനുള്ളത് മഹിമയുള്ളത്? അപ്പം എൻ്റെ മഹിമ, ഇതൊക്കെ എൻ്റെ കഴിവുകൊണ്ട്, ഇതൊക്കെ എൻ്റെ മഹിമ, ഞാൻ ഈ കൈ പൊന്തിക്കുന്നത്, ഞാൻ ഈ പറയുന്നതൊക്കെ എൻ്റെ കഴിവ്. ഈശ്വരൻ്റെ മഹിമ മറ്റെന്ത് ഒന്ന്? അങ്ങനെയല്ല. എല്ലാ മഹിമകളും ഈശ്വരൻ്റെ മഹിമയാണെങ്കിൽ പിന്നെ എൻ്റെതില്ലല്ലോ. അപ്പം പിന്നെ ഞാൻ എന്തിനെടുത്ത് പറയണം? ഞാൻ പറയുകയാണ് ഇതൊക്കെ എൻ്റെ ഈശ്വരൻ്റെ അനുഗ്രഹമാണെന്ന് പറയുമ്പോൾ ഈശ്വരൻ്റെ അനുഗ്രഹം അല്ലാത്തത് എൻ്റെ കഴിവുകൊണ്ട് എന്തൊക്കെ ഉണ്ട് എന്നതിൽ ധ്വനിച്ചുവല്ലോ. വാസ്തവത്തിലൊന്നുമില്ല. നീ എല്ലാ മഹിമകളും അവിടുത്തെ മഹിമകളാണ്. പുല്ല് മുളയ്ക്കുന്നതും കാറ്റ് വീശുന്നതും പൂ വിടരുന്നതും എല്ലാം അവിടുത്തെ മഹിമയാണ്. നമ്മൾ കൈ ഉയർത്തുന്നതും കാല് നടക്കുന്നതും എല്ലാം. പിന്നെ എന്ത് പ്രത്യേകത കാണാം? അപ്പോൾ അറിവില്ലാത്തവർ ആണ് പറയുന്നത് ഈശ്വരൻ്റെ മഹിമയായിട്ട് പറയാറുണ്ട്. ചില നാട്ടിലൊക്കെ പറയുന്നുണ്ട് കല്യാണമൊക്കെ ആയി കഴിഞ്ഞാൽ മഴ പെയ്യാതിരിക്കാൻ വേണ്ടി തേങ്ങ പുറത്തേക്ക് എടുത്തിടും. മഴ പെയ്യരുത്. ഈശ്വരാനുഗ്രഹം. ചിലപ്പോൾ മഴ പെയ്യുന്നു മാത്രമല്ല തേങ്ങ വരെ ഒലിച്ചു പോയിന്ന് വരും. അപ്പം ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈശ്വരൻ്റെ മഹിമയെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരിമിതമാക്കി തീർക്കും ഈശ്വരൻ്റെ കാര്യങ്ങളെയൊക്കെ, ഈശ്വരീയമായ കാര്യങ്ങളെയൊക്കെ. ഇതൊന്നും ഈശ്വരീയമല്ല. പിന്നെന്താ? പ്രത്യേകിച്ച് അവിടെ ഒരു ലൈറ്റ് കണ്ടു, അല്ലെങ്കിൽ അവിടെ എന്തോന്ന് മിന്നി മറിഞ്ഞതായിട്ട് കണ്ടു, അല്ലെങ്കിൽ അവിടെ ഒരു കല്ലിമ്മൽ ഉരച്ചപ്പോൾ എന്തോ ഒരു ചോര വന്നു, അല്ലെങ്കിൽ അവിടെ അങ്ങനെ പലതും. ചിലർ പറയും അവിടെ സ്വയംഭൂവായിട്ട് വന്നതാണ്, ഇവിടെ സ്വയംഭൂ അല്ല, അവിടെ ശക്തി കൂടുതലാണ്, ഇവിടെ ശക്തി കുറവാണ്. ഇങ്ങനെയൊക്കെ പല വാക്കുകൾ നമ്മൾ പറയാറുണ്ട്. ചൈതന്യം കുറവ്, ചൈതന്യം കൂടുതൽ. എന്തടിസ്ഥാനം അതിലൊക്കെ ഉള്ളത്? എല്ലായിടത്തും മഹിമയോടൊത്തതാണത്. എന്നിട്ട് അതിന് നിർവചനങ്ങൾ കൊടുക്കും. പലതും കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന പല സന്ദർഭങ്ങളുണ്ട്. അതൊന്ന് ഈ കേരളത്തിൽ പ്രത്യേകിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. കേരളത്തിൽ പ്രത്യേകിച്ച് പറയുന്നതെന്ന് വെച്ചാൽ ക്ഷേത്രത്തിലേക്കൊക്കെ പോകുന്ന സമയത്ത് മനുഷ്യനിലേക്ക് ചൈതന്യം കയറുന്നത് നെഞ്ചിലൂടെയാണ്. പുരുഷന് ചൈതന്യം കയറുന്ന നെഞ്ചത്ത് കൂടെയാണ്. ഈ ചൈതന്യം അങ്ങനെ തുളച്ച് കയറും. അപ്പോൾ ഒക്കെ ശരിയാ, അതുകൊണ്ട് ഷർട്ട് ധരിക്കരുത്. കേരളത്തിലേ പറയാൻ പറ്റൂ. വാസ്തവത്തിൽ ഇതൊന്നും അല്ല അത്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ അച്ഛൻ്റെ അച്ഛൻ്റെ കാലത്ത്, അച്ഛൻ്റെ അച്ഛനൊന്നും പറയണ്ട, അച്ഛൻ്റെ കാലത്ത് തന്നെ ഷർട്ട് ധരിച്ചവർ കുറവായിരിക്കും. ഷർട്ട് തന്നെ ഉണ്ടാവില്ല. ഷർട്ടൊന്നും വന്നിട്ട് തന്നെ അല്ല. അച്ഛൻ്റെ കാലമാകുമ്പോഴേക്ക് എന്തായി? ഷർട്ട് ഉണ്ടാവും, പക്ഷേ ഷർട്ടൊന്നും ധരിക്കലില്ല. എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുമ്പോൾ വല്ല വിശേഷ അവസരങ്ങളിൽ മാത്രമേ ഷർട്ടൊക്കെ ധരിക്കലുണ്ടാവുള്ളൂ. അപ്പോൾ മടക്കി ഇസ്തിരിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടാവും. അച്ഛൻ്റെ കാലമായപ്പോഴേക്ക് ഷർട്ടൊക്കെ ധരിക്കൽ തുടങ്ങി. ഇപ്പോൾ നമ്മൾ ദിവസവും ധരിക്കൽ തുടങ്ങി. പക്ഷെ അത് ഉൾക്കൊള്ളാൻ എല്ലാവരും തയ്യാറായില്ല. പ്രത്യേകിച്ച് ക്ഷേത്രമൊക്കെ നടത്തിയപ്പോൾ തയ്യാറായില്ല. എന്തിനേറെ സ്ത്രീ പോലും മാറുമറയ്ക്കാൻ തുടങ്ങിയിട്ട് കാലം അധികമൊന്നും ആയിട്ടില്ല. അപ്പോൾ ആ പണ്ടത്തെ കാലത്തെ സ്ഥിതിയെ വിശേഷത്തെ ഇന്ന് ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് കൊണ്ട് പറയുകയാണെന്ത്, ഷർട്ട് ധരിച്ച് വരരുത് എന്നൊക്കെ. അല്ല, എന്ത് അടിസ്ഥാനമുള്ളത്? എന്നിട്ട് അതിന് പുതിയ നിർവചനം കൊടുക്കും, ചൈതന്യം കയറുന്നത്. അപ്പം നമ്മളൊന്ന് തിരിച്ചു ചോദിച്ചു എന്ന് വിചാരിക്കുക, ഈ മാംസവും എല്ലും ഒക്കെ തുളച്ച് ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറുന്നത് എന്നാ പിന്നെ അവിടെ നിന്ന് തുളച്ചത് അപ്പുറത്തേക്കും പോവില്ലേ? എന്ത് അടിസ്ഥാനം അതിലൊക്കെ ഉള്ളത്? അതൊരു വലിയ വിഷയമാണ്. അപ്പോൾ ചൈതന്യം എന്ന് പറയുന്ന സാധനം ഇങ്ങനെ നെഞ്ചത്ത് കൂടെ കയറുന്നതോ, അല്ലെങ്കിൽ ചിലർ നിർവചനം കൊടുത്തത് കാണാം, സ്ത്രീ വസ്ത്രം ധരിക്കണം. സ്ത്രീക്ക് എന്തിനാണ് വസ്ത്രം ധരിക്കുന്നത്? നെറ്റിയിലൂടെയാണ് ചൈതന്യം കയറുക എന്നാണ് പറയുക. ഈ ചൈതന്യം ഇങ്ങനെ കയറുന്ന സാധനമാണ്. ഇപ്പോൾ പുതിയ നിർവചനങ്ങൾ നമ്മൾ കൊടുക്കും. ഇപ്പോൾ വേദം പരിചയപ്പെടുന്ന സമയത്ത് നമ്മൾക്കതൊന്നും പറ്റില്ല. നമ്മളെ വളരെ ചിന്തിക്കേണ്ട വിഷയമാണ്. അതുപോലെ തന്നെ പ്രസാദ ധാരണത്തിൽ ഈ ചെവിയുടെ ഇവിടെ ധരിച്ചാൽ മാത്രമേ പ്രസാദം ആവുള്ളൂ എന്ന് പറയുന്നവരുണ്ട്. സ്ത്രീകൾ അങ്ങനെ ധരിക്കാറൊന്നുമില്ല, മുടിയിലൊക്കെ വയ്ക്കാറാണ് പ്രസാദം. എന്നിട്ട് അതിന് നിർവചനം കൊടുക്കും, ചെവിയുടെ ഇവിടെ സുതാര്യമായ നാഡീ സ്പന്ദനങ്ങളുണ്ട്, അതുകൊണ്ടാണെന്ന്. അപ്പോൾ സ്ത്രീകൾക്ക് ഈ നാഡീ സ്പന്ദനം ഇല്ല എന്ന് വരുമോ? യുക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല. വാസ്തവത്തിൽ ഈ അനാഹത സ്ഥാനത്തിന് മുകളിലോട്ടാണ് നമ്മൾ ഇത് വയ്ക്കുന്നത്. ഏത്? പ്രസാദം വയ്ക്കുന്നത്.
കാരണം മനുഷ്യൻ്റെ ഉയർച്ച എന്നുള്ളത് അനാഹത സ്ഥാനത്തിന് മുകളിലേക്കാണ്. അതുകൊണ്ട് പ്രസാദം എപ്പോഴും ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രസാദം അത് ചന്ദനമായാലും ഭസ്മമായാലും പുഷ്പമായാലും, ആകാശത്തിൻ്റെ പ്രതീകമായ പുഷ്പവും ഭൂമിയുടെ പ്രതീകമായ ചന്ദനവും അതൊക്കെ പഞ്ചഭൂത നിർമ്മിതമായി ശരീരത്തെ ഭഗവാന്റെ പ്രസാദമാണെന്ന് ധരിക്കാനാണ്. അത് അനാഹത സ്ഥാനത്തിന് മുകളിലേക്കാണ് ധരിക്കുന്നത്. അതെവിടെ വെച്ചാൽ എന്ത്, അത് നഷ്ടപ്പെടാതിരുന്നാൽ പോരെ. തലയിലോ ചെവിയിലോ. ഈ കണ്ടക്ടർ പെന്ന് ചെവിയിലെടുക്കിൽ വെക്കുന്നു, എന്തുകൊണ്ടാ? അത് കൊഴിഞ്ഞാടി പോവാതിരിക്കാനാണ്. അതുപോലെ ചെവീൻ്റെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അത് കൊഴിഞ്ഞാടി പോവാതിരിക്കും. ഇതിനൊന്നും വിശേഷത കൊടുക്കുകയല്ല ചെയ്യുന്നത്. അതുകൊണ്ട് പറയുന്നത്, ഇവിടെ പറയുന്നത് യം ബ്രഹ്മ വരുണേന്ദ്ര രുദ്ര മരുതഃ സ്തുന്വന്തി ദിവ്യസ്തവൈഹി, യാതൊരാളെയാണോ ബ്രഹ്മാവ് വരുണൻ രുദ്രൻ മരുദ്ഗണങ്ങൾ ഇവർ പാടിപ്പുകഴ്ത്തുന്നത്, സ്തുന്വന്തി സ്തുതിക്കുന്നത്. ഈ സ്തുതിക്കുന്നവരൊന്നും വാസ്തവം അറിഞ്ഞവരല്ല. അങ്ങ് അങ്ങനെയാട്ടോ അങ്ങ് ഇങ്ങനെയാട്ടോ എന്നൊക്കെ പറഞ്ഞങ്ങനെ പുകഴ്ത്തുക ചെയ്യുന്നത്. ഈശ്വര മഹിമകളെക്കുറിച്ച് ഭജന അടിക്കും ഒക്കെ വേണം. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളത് മനസ്സിലാക്കണം. വേദൈ സംഗപദക്രമോപനിഷദൈർ ഗായന്തിയം സാമഗോ. വേദൈ സംഗപദക്രമോപനിഷദൈർ, വേദങ്ങളെ കൊണ്ട്. വേദം ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം, അത് വേദാംഗങ്ങൾ. ഇപ്പം വേദം വേദാംഗങ്ങൾ. ഉപനിഷത്തുകൾ 1180, അതിൽ മുഖ്യമായത് 108, അതിൽ മുഖ്യമായത് ഈശം, കേനം, കഠം, പ്രശ്നം, മുണ്ടകം, മാണ്ഡൂക്യം, ഐതരേയം, ചാന്തോഗ്യം, ബൃഹദാരണ്യകം. ഈശകേന കഠപ്രശ്ന മുണ്ട മാണ്ഡൂക്യ തൈത്തിരി ഐതരേയം ചാന്തോഗ്യം ബൃഹദാരണ്യകം തഥാ എന്ന് ശ്ലോകരൂപത്തിൽ കാണാം. ഇവിടെ പറയുന്നത് വേദൈ സാംഗപദ ക്രമോപനിഷദൈർ, വേദങ്ങളെ കൊണ്ടും വേദാംഗങ്ങളെ കൊണ്ടും ഉപനിഷത്തുകളെ കൊണ്ടും. ഇതൊക്കെ പഠിച്ചാലും ഈശ്വരനെ അറിയാൻ പറ്റില്ല. ഈശ്വരനെ അറിയാൻ പറ്റില്ല. ഇതൊക്കെ പഠിച്ച് പ്രസംഗിക്കാം, അവനവന് പ്രയോജനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. സഞ്ചരിക്കുന്ന ഒരു ലൈബ്രറിയായി നമുക്ക് തീരാം. സഞ്ചരിക്കുന്ന ലൈബ്രറി, എന്തു വേണമെങ്കിലും ഘോരഘോരം പ്രസംഗിക്കാം, എത്ര മണിക്കൂർ വേണമെങ്കിലും നമുക്ക് ഒത്തുചേർന്ന് സംസാരിക്കാം. പക്ഷെ അവനവന് സമാധാനം ഉണ്ടാവില്ല. സമാധാനം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? അതാണ് ഇനി എടുത്ത് പറയണത്. നാരദര് സനൽകുമാര ഋഷിമാരുടെ അടുത്ത് പോയിട്ട് ഈ കാര്യം അവതരിപ്പിക്കുന്നുണ്ട്. ആത്മജ്ഞാനി ശോകത്തെ തരണം ചെയ്യും എന്നു ഞാൻ കേട്ടിട്ടുണ്ട്. ആത്മജ്ഞാനി ശോകം, ദുഃഖത്തെ തരണം ചെയ്യും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു. അത് പറഞ്ഞ സമയത്ത് ഋഷി ചോദിച്ചു, അല്ല നാരദരെ, അങ്ങ് എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? അത്ഭുതപ്പെട്ടു പോകും നമ്മൾ. വൈജ്ഞാനിക മേഖലകളെ സർവ്വം അങ്ങ് അവതരിപ്പിക്കുക. അത് ഇങ്ങനെയാണ് തുടങ്ങണത്. ഋഗ്വേദോ യജുർവേദോ സാമവേദോ അഥർവവേദ ശിക്ഷ കൽപ്പം വ്യാകരണം നിരുക്തം ഛന്ദോ ജ്യോതിഷമിതി സ്തപത്യവേദം ഗാന്ധർവേദം ആയുർവേദം അർത്ഥശാസ്ത്രം ധനുർവേദം ഇതിഹാസ പുരാണങ്ങൾ സ്മൃതികൾ ഉപസ്മൃതികൾ, അങ്ങനെ ഒരു പട്ടിക അങ്ങ് നിരത്തി. ഇതൊക്കെ വെറുതെയാണ് എന്ന് പറയുകയാണ് സനൽകുമാര ഋഷി ചെയ്യുന്നത്. പിന്നെ എന്താ നമ്മൾ അറിയേണ്ടത്? നമുക്ക് അടുത്ത സന്ദർഭത്തിൽ ചിന്തിക്കാം. എന്തറിഞ്ഞാലാണ് ദുഃഖം ഇല്ലാതാവുക? ഈ ദുഃഖം ഇല്ലാതാക്കാനുള്ള വഴി ഒന്ന് പറഞ്ഞു തരൂ. അതാണ് ഈ ശ്ലോകം നമ്മൾക്ക് മുന്നോട്ട് വയ്ക്കുന്നത്. അടുത്ത സന്ദർഭത്തിൽ നമുക്ക് ഒത്തുചേർന്ന് അത് ചിന്തിക്കാവുന്നു. ഓം ഗുരുർ ബ്രഹ്മാ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.